വീട്ടിലിരുന്ന് മറ്റു മതസ്ഥരെ കൊണ്ടോ ക്രൈസ്തവരെ കൊണ്ടൊന്നും മദ്യം കഴിക്കരുത്. ഒരു ഇടവക വികാരി ആണ്ടുവട്ടത്തിൽ ഒരിക്കലെങ്കിലും വന്ന് നിങ്ങളുടെ വീടുകൾ വെഞ്ചിരിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ എന്തെങ്കിലും അശുദ്ധമായത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വിശുദ്ധീകരണ കർമ്മമാണ്. മാത്രമല്ല അതിന് മുൻപ് നിങ്ങൾ പ്രാർത്ഥിച്ചൊരുങ്ങി കുമ്പസാരിച്ചൊരുങ്ങി ഞങ്ങൾ ചെയ്യണം. അത് ആ പുരോഹിതൻ വന്ന് ആ സ്ഥലത്തിൻ്റെ മേലുള്ള നെഗറ്റീവ് പവർ ഇല്ലാതാക്കുന്ന. വിജാതീയ മക്കൾക്ക് എവിടെ ഇരുന്നും കഴിക്കാം, അവിശ്വാസികളായ ക്രൈസ്തവർക്ക് എവിടെ ഇരുന്നെങ്കിലും കഴിക്കാം. പക്ഷെ നമ്മുടെ ഭവനം അത് തിരുക്കുടുംബമാണ്. തിരുക്കുടുംബം എന്ന് പറഞ്ഞാൽ എന്താ? അവിടുത്തെ പിതാവ്, പുത്രൻ, മക്കളെല്ലാം വിശ്വാസികളായിരിക്കണം. തിരുക്കുടുംബം പോലെ ആകാനാണ് നമ്മുടെ കുടുംബം ആഗ്രഹിക്കേണ്ടത്. അല്ലാതെ ആദ്യ മാതാപിതാക്കന്മാരുടെ കുടുംബം പോലെ ആകാനല്ല ആഗ്രഹിക്കേണ്ടത്. അല്ലെങ്കിൽ മദ്യം വീട്ടിൽ കയറ്റരുത്. ചില ചേച്ചിമാർ പറയാറുണ്ട്, ചേട്ടൻ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് ഒരു ഔൺസ് കഴിച്ചോട്ടെ, കുഴപ്പമില്ല, പറ്റുമെങ്കിൽ എനിക്ക് തന്നോട്ടെ. നിങ്ങൾ കൊണ്ടുവന്ന് ഈ 50 വയസ്സ് വരെ കഴിക്കുമ്പോഴേക്കും ഇത് നോക്കി ഇറിക്കുന്ന പിള്ളേരുണ്ട് അല്ലേ? അവൻ നിങ്ങൾ മാറുന്ന സമയത്ത് ആ കുപ്പിയൊക്കെ ഊറ്റി നോക്കും വല്ലതും കിട്ടുന്നുണ്ടോയെന്ന്. അവന് നിങ്ങൾ കൊടുക്കുന്ന ഒരു പരിശീലനമാണ് മദ്യം കഴിക്കണം. നിങ്ങളൊരു 60-65 വയസ്സാകുമ്പോൾ മദ്യം നിർത്തും. അപ്പോൾ ആര് തുടങ്ങും? മക്കൾ തുടങ്ങും. അല്ലെങ്കിൽ ഞാൻ